നമസ്കാരം സാറേ. നമസ്കാരം. കണ്ണൂരിലാണ് എന്റെ സ്ഥലം. ഞാൻ ഈ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോ ഞാൻ പാർട്ടിയെ കുറിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളായിരുന്നു. ഈ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ ബാലസംഘത്തിന്റെ വേനൽ തുമ്പിലുണ്ടായ കുട്ടികൾ, ആ കുട്ടികൾ ഇപ്പോ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കുട്ടികളൊക്കെ ഒരു പാർട്ടിയിലും ഇല്ലാതെ ഒരു രാഷ്ട്രീയ ബോധമില്ലാതെ നടക്കുക. അപ്പോ ഈ നമ്മളെ മാർച്ച് ഉണ്ടായിരുന്നില്ലേ, മറ്റേ രാജേഷിന്റെ, ആ സമയത്ത് നമ്മളിവിടെ ചമയിക്കാൻ വേണ്ടിട്ട് ഹലോ ചമയിക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ ജോലിയില്ലേ ആൾക്കാർ മാത്രം വന്നിട്ട് ചമയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മാറി നിൽക്കുന്നു. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തനം. അതെന്തുകൊണ്ടാണ് പാർട്ടി നേതാക്കന്മാര് താഴെയില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നല്ലോ അല്ലേ ഇതിന്റെ കാര്യം? ബാലസംഘത്തിൻ്റെ കുട്ടികൾ രാഷ്ട്രീയമായിട്ട് ചിന്തിച്ച് അവർ രംഗത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് പരിശോധിക്കാം. ബാലസംഘം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അത് CPIMൻ്റെ ഒരു പോഷക സംഘടനയൊന്നുമല്ല. ബാലസംഘം കുട്ടികളുടെ ഒരു സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ആ ബാലസംഘമാണ് നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ധാരയോടൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങളാണ്. അതൊക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. SFI ആണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ഏറ്റവും പ്രബലമായ ശക്തിയായിട്ട്, കോളേജിലെല്ലാം വിജയിക്കുന്ന ഏറ്റവും പ്രബലമായ വിഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ ബാലസംഘവും അതുപോലെ തന്നെ SFIയും DYFIയും ഒക്കെ തന്നെ ഇടതുപക്ഷ ധാരയോടൊപ്പം നിൽക്കുന്ന യുവജന വിദ്യാർത്ഥി ബാല വിഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതെല്ലാം CPMൻ്റെ പോഷക സംഘടനകളാണ് എന്ന രീതിയിലല്ല ഞങ്ങളതിനെ കാണുന്നത്. ഓക്കെ, എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഷാജിൽ നിന്നാണ് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്തത്. നമുക്ക് വളരെ കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇപ്പോഴത്തെ UDFൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രവൃത്തി കാണുമ്പോൾ എല്ലാം തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി വകുപ്പിനെ ഉപയോഗിക്കുന്നു എന്നൊരു ഒരു പരാതി നിലനിൽപ്പുണ്ട്. ശരിക്കും ഒരു അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണോ ഇപ്പോൾ ഉള്ളത്? ആഭ്യന്തര വകുപ്പ് ഇത്ര വൃത്തികെട്ട രീതിയിൽ സ്വജനപക്ഷപാതപരമായിട്ട് ഉപയോഗിച്ചൊരു കാലം ഇതിനു മുമ്പ് അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ CPIMനെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആദ്യം ഭരണകൂട സംവിധാനത്തെ ആഭ്യന്തര വകുപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് ശ്രമിച്ചത്. അതിൻ്റെ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് TP ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഇവിടെ തന്നെ നേരത്തെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചല്ലോ, പാർട്ടിയെ അടിക്കുന്നതിനുള്ള വടിയായി അവർ ഉപയോഗിക്കുകയായിരുന്നു. പാർട്ടിയെ അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് പ്രതിയാക്കുകയായിരുന്നു. കള്ളസാക്ഷികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എന്നിപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഭാഗം ഞാൻ പറഞ്ഞത്, അത് പാർട്ടിയെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, സ്ത്രീ പീഡനം, അതുപോലെ തന്നെ കൊല, പിടിച്ചുപറി, നടു റോട്ടിലിട്ട് ആളുകളെ മൃഗീയമായ രീതിയിലുള്ള കടന്നാക്രമങ്ങൾക്ക് വിധേയപ്പെടുത്തൽ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം, അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ള കടന്നാക്രമം, ഇതൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഫലപ്രദമായൊരു നിലപാട് ഈ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ നിർവഹിക്കുന്നില്ല. മാത്രമല്ല എല്ലാറ്റിൻ്റെ അകത്തും രാഷ്ട്രീയമാണ് കാണുന്നത്. CPIMനെ ഒതുക്കാൻ എങ്ങനെ ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ചേർന്നിപ്പോൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ആ രീതിയിൽ ആഭ്യന്തര വകുപ്പ് ക്രമസമാധാനം ഉറപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ക്രമസമാധാനം അങ്ങേയറ്റ അവതാളത്തിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ നയിച്ചിരിക്കുകയാണ്. LDFൻ്റെ കാലത്ത് കേരളത്തിലെ ക്രമസമാധാന നിലയിൽ 1ാം സ്ഥാനത്തായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്ന് ഞങ്ങളോട് താല്പര്യമില്ലാത്ത വിഭാഗത്തിന് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ആ സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. പിടിച്ചു പറയും കൊള്ളയും ദൈനംദിനമെന്നോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പീഡനത്തിന് അറ്റയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു വരികയാണ്. ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു നിലപാട് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് മുഴുവൻ ആൾക്കും പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ ചിത്രം. ഓക്കെ, എന്തായാലും ഒരു പ്രേക്ഷകൻ കൂടി പങ്കുചേരുന്നു. നമസ്കാരം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ഷാഹിർ. ഷാജി ഷാഹിർ സംസാരിച്ചു കൊടുക്കും ഗോവിന്ദൻ മാഷിനോട്. മാസ്റ്ററെ ആദ്യമായിട്ട് കുതിര കച്ചവടം നടത്താതെ പ്രതിപക്ഷ സ്ഥാനത്ത് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഇടതു മുന്നണിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.
രണ്ടാമത് ഈ ഇറ്റാലിയൻ നാവികരുടെ കേസിൽ പിണറായി സഖാവും അച്യുതാനന്ദ സഖാവും രണ്ടിടത്തിരുന്ന് അഭിപ്രായം നടത്താതെ ഒരേ പ്രസ് കോൺഫറൻസിൽ വന്ന് അഭിപ്രായ പ്രകടനം നടത്തി അവരുടെ ഈ കള്ളക്കളി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ സൈഡിൽ നിന്നും നല്ലൊരു ആത്മാർത്ഥ പ്രവർത്തനം ഉണ്ടാകുമോ? അതാണ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇറ്റാലിയൻ നാവികർ എന്ന് പറഞ്ഞിട്ട് അവരെ യഥാർത്ഥത്തിൽ വെള്ളപൂശേണ്ട ഒരു കാര്യമില്ല. കൃത്യമായിട്ട് കൊലയാളികളാണ്. നമ്മുടെ മലയാളികളായ കൊല്ലക്കാരായ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന കേസിലെ 2 പ്രധാനപ്പെട്ട പ്രതികൾ സുപ്രീം കോടതിയിൽ നിന്ന് സ്ഥാനപതിയുടെ തന്നെ ജാമ്യത്തിലിറങ്ങിയിട്ട് മുങ്ങിയിരിക്കുകയാണ്. ആ മുങ്ങിയത് ഔദ്യോഗികമായിട്ട് തന്നെയുള്ള കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരക്ഷരം പറയാൻ തയ്യാറില്ലാത്ത ഈ സാഹചര്യത്തിൽ CPIMന് ഒരു സംശയമില്ല, അത് രാജ്യത്തെ ജനങ്ങൾ അപമാനിച്ചതാണ്, ജുഡീഷ്യറിയെ അപമാനിച്ചിട്ടുള്ളതാണ്. അതിനെതിരായി ശക്തമത്തായ പോരാട്ടം തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഉടന്നു വരേണ്ടത്. അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഒരു കലവറയില്ലാതെ ആ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള വിയോജിപ്പും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിയോജിപ്പില്ലാതെ തന്നെ അവരോടെല്ലാം ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയോടും പറയാനുള്ളത് ഇത് തികച്ചും അപമാനിക്കുന്ന സമീപനമാണ്, അതിനെ പ്രതിരോധിക്കണം. ഓക്കെ, എന്തായാലും വളരെ നന്ദി ഷാജർ ചർച്ചയിൽ പങ്കെടുത്തതിന്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചർച്ചയിൽ പങ്കുചേരുന്നു. നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആ കോള് കട്ടായിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ജീവൻ കൃഷ്ണ. സംസാരിച്ചോളൂ, ഗോവിന്ദൻ മാഷുണ്ട് നമുക്കൊപ്പം. ഹായ് ഗോവിന്ദൻ മാസ്റ്റർ. നമസ്കാരം. ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കുമോ? ടിവിയുടെ വോളിയം ലോ ആണ് ഇപ്പോ. ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ മാസ്റ്റർ. നമസ്കാരം. ഹലോ മാസ്റ്റർ. പറഞ്ഞോളൂ, കേൾക്കാം. മാസ്റ്റർ, ഞാൻ തലശ്ശേരിയാണ് എന്റെ സ്ഥലം. ഹലോ പറഞ്ഞോളൂ. അദ്ദേഹം ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും വിളിക്കുന്നവർ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് പറഞ്ഞോളും. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു വാർത്ത, ശരിക്കും CPM പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു സംയുക്തമായ ഒരു രൂപം, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ, അപ്പം ഇങ്ങനൊരു രൂപീകരണം നടത്തി അവരെ ശക്തിപ്പെടുത്തുന്നു പാർട്ടിക്കൊപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നൊരു വാർത്ത വന്നിരുന്നു. ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്നതുപോലെ തന്നെ സമുദായങ്ങളിലേക്കോ അല്ലെങ്കിൽ ജാതികളിലേക്കോ ഇറങ്ങിച്ചെല്ലുക എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു നയം ഇതിൻ്റെ പിന്നിലുണ്ടോ? അല്ല, അത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗം അത് പട്ടിക വർഗവും പട്ടികജാതി ജനവിഭാഗങ്ങളും. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. സാമൂഹിക പ്രശ്നം മാത്രമല്ല, വർഗപരമായ പ്രശ്നം മാത്രമല്ല, സാമുദായിക പ്രശ്നങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള സാമുദായിക പിന്നോക്കാവസ്ഥയുണ്ട്. ആ പിന്നോക്കാവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജനവിഭാഗമാണ് ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള പട്ടികവർഗ വിഭാഗം. പിന്നോക്ക സമുദായമല്ല ഉദ്ദേശിക്കുന്നത്, പട്ടികവർഗ ജനവിഭാഗം. ഈ പട്ടികവർഗ ജനവിഭാഗങ്ങളെ സാമൂഹിക ജീവിതത്തിൻ്റെ സാമുദായിക പിന്നോക്കാവസ്ഥ ഉൾപ്പെടെ പരിഹരിച്ച് സാമൂഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ ഞങ്ങൾ കുറേ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആദിവാസി ക്ഷേമ സമിതി എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോയത്. കർഷക തൊഴിലാളി വിഭാഗങ്ങളായിരുന്നു ഈ മേഖലയിൽ പ്രധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ആ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് പട്ടികവർഗ വിഭാഗത്തിലെ ആദിവാസികളുടെ ക്ഷേമം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന പ്രവർത്തിച്ച് അവരെ CPMലേക്ക് കൊണ്ടുവരാതെ കൊണ്ടുവരിക എന്നുള്ളതൊന്നുമല്ല ലക്ഷ്യം. അല്ല, കൊണ്ടുവരാതെ മറ്റൊരു ഇത് ഉണ്ടാക്കാനുള്ള കാരണമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് സാമുദായിക പിന്നോക്കാവസ്ഥയുണ്ട്. ആ സാമുദായിക പിന്നോക്കാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കണ്ടിട്ട് കാര്യമില്ല. അതെല്ലാം വർഗപരമായ രീതിയിൽ തന്നെയാണ് അവരെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും പൂർണ്ണമായിട്ട് ശരിയല്ല. സാമുദായിക പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക പിന്നോക്കാവസ്ഥയോടൊപ്പം തന്നെ ഉള്ള സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ പ്രശ്നവും സാമ്പത്തിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മൾക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ജനവിഭാഗത്തെ പ്രത്യേകമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ വേണം എന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെ BJP ആയാലും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളായാലും ഒക്കെ തന്നെ വിവിധ പേരുകളിൽ
ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ അല്ലെങ്കിൽ ഒരു ചവിട്ട് മുമ്പ് കയറി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പടി മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ജനവിഭാഗത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഒരു കൂട്ടായ്മ ഈ മേഖലയിൽ ഉണ്ടാവണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആദിവാസി ക്ഷേമ സമിതി രൂപീകരിക്കുകയും ആ പ്രവർത്തനം നല്ലപോലെ മെച്ചപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആയിരക്കണക്കിന് ആൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. അവർ തന്നെ സ്പർദ്ധയായിരുന്നു. ഈ പട്ടിക വർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വയനാട് മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം കുറിച്യരാണ്. ഈ കുറിച്യരുടെ വീട്ടിൽ പണിയർക്ക് കയറാനേ പറ്റില്ല. പണിയർ എന്ന് പറഞ്ഞാൽ വേറൊരു പട്ടിക വർഗ വിഭാഗമാണ്, കയറാനേ സാധിക്കില്ല, അയിത്താണ്. മാത്രമല്ല നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോലും കയറിയാൽ അവർ പുണ്യാഹം തെളിച്ച് മാത്രമേ പിന്നെ അവർ ആ വീട് ഉപയോഗിക്കുള്ളൂ. അങ്ങനെയുള്ളതാണ്. ഇങ്ങനെയുണ്ടായിരുന്ന ഒരുപാട് പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു. സാമുദായിക പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അനാചാരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇടപെടാൻ ആദിവാസി ക്ഷേമ സമിതി രൂപീകരിച്ചപ്പോൾ സാധിച്ചിട്ടുണ്ട്. അവർക്ക് നല്ലതുപോലെ സംഘടിതരാവാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ജാനുവിൻ്റെ അമ്മക്ക് പോലും ഭൂമി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ആദിവാസി ക്ഷേമ സമിതി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ്. VS-ൻ്റെ ഗവൺമെൻറ്റുള്ള സന്ദർഭത്തിലാണ് അവിടെ വയനാട്ടിൽ മാനന്തവാടിക്കടുത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭൂമി വിതരണം നടത്തിയിട്ടുള്ളത്. ആ ഭൂമിയിൽ അത് നിൽക്കുകയായിരുന്നു. ആ ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, AK ആൻ്റണിയുടെ ഗവൺമെൻറ്റൊക്കെ അവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കടന്നിട്ടാണ് അവിടെ ഒരു സ്ത്രീ പ്രസവിച്ച് കുട്ടി മരിച്ചു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായത്. അപ്പോൾ ജയിലിനെ പറ്റി കേൾക്കുക പോലും ചെയ്യാതിരുന്ന ആദിവാസി ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ഭാഗമായി ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ അവർക്ക് ഭൂമിയും കിട്ടുമെന്നുള്ളൊരു ഗ്യാരണ്ടിയായി ആ സമരത്തിലും പ്രക്ഷോഭത്തിലും ഇപ്പോൾ അവരണിനിരക്കുന്നുണ്ട്. അവർക്ക് ഇനിയും ഭൂമി കിട്ടേണ്ടതുണ്ട്. ആ ഭൂമിക്ക് വേണ്ട സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരം തുടരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാമുദായിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സാമുദായിക മേഖലയിൽ ഇടപെടൽ ഫലപ്രദമായി നടത്താനും ഈ സ്വത്വബോധത്തെ രാഷ്ട്രീയമാക്കി ഉയർത്തുന്ന സാമ്രാജ്യത്വ നിലപാടിനെ സ്വത്വബോധത്തെ വർഗബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത് കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ചേർന്നുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്തേണ്ടത്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദിവാസി ക്ഷേമ സമിതിയുണ്ട്, പട്ടികജാതി ക്ഷേമ സമിതിയുണ്ട്, കർഷക തൊഴിലാളി യൂണിയനുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തുന്നതോടുകൂടി ഈ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നല്ലപോലെ പരിഹാരം കാണാൻ സാധിക്കും. പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി അവർക്ക് അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ സാധിക്കും. വരുന്ന 20-ാം തീയതി, ഇപ്പോൾ ഈ 20-ാം തീയതി വലിയൊരു സമരത്തിലേക്കാണ് അവിടെ പട്ടികജാതി ക്ഷേമ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അവർ കളക്ടറേറ്റിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഈ പ്രൈവറ്റ് മേഖലയിൽ ഉൾപ്പെടെ സംവരണം വേണം, സഹകരണ മേഖലയിൽ പൂർണ്ണമായിട്ട് സംവരണം വേണം. കാരണം ഗവൺമെൻറ് മേഖല വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ ഇപ്പോൾ പട്ടികജാതി ക്ഷേമ സമിതി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കൊരു അത്താണിയായിട്ട് പിന്തുണയുണ്ടാവും. ഞങ്ങളെ ഇങ്ങനെയുള്ള നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട്. ഒരു പ്രേക്ഷകൻ കൂടി പങ്കുചേരുന്നു. നമസ്കാരം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമസ്കാരം, കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ജീവൻ കൃഷ്ണ. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ ഗോവിന്ദൻ മാഷിനോട്. ഹായ് ഗോവിന്ദൻ മാസ്റ്റർ. നമസ്കാരം. ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ തലശ്ശേരിയാണ്. ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്ത് പോയിട്ട് മകനാണ്. അറിയായിരിക്കും, തലശ്ശേരിയാണ്. പറഞ്ഞോളൂ, എന്താണ് ചോദിക്കാനുള്ളത്? നാവികരുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഹലോ ജീവൻ കൃഷ്ണ, ടി-വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. ഞാൻ ടി-വിയിൽ ശ്രദ്ധിക്കുന്നില്ല. ടി-വി എനിക്ക് ഇറ്റാലിയൻ നാവികരുടെ കാര്യമാണ് പറയാനുള്ളത്. ഇറ്റാലിയൻ നാവികരുടെ കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ. അതെ. ഇറ്റാലിയൻ നാവികരെ അന്ന് വിടുമ്പോൾ, ഇറ്റലിയിലേക്ക് വിടുമ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു. ആസ് എ ലേമാൻ, ഞാനൊരു ലോയറാണ്. ആസ് എ ലേമാൻ എനിക്ക് അറിയായിരുന്നു അവര് തിരിച്ചു വരില്ല എന്ന്.